ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഭയങ്കര വെയിലാണേ. കുറച്ച് മുന്നേ നല്ലപോലെ മഴ പെയ്തതേ ഉള്ളൂ. ഇവിടെ ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ രാവിലെ കുറച്ച് നേരം മഴ പെയ്യും. ഒരു 7-7:30 ആകുമ്പോൾ ചെറുതായിട്ട് വെയിലടിക്കും. എന്നിട്ടൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്യും. പിന്നെ വീണ്ടും ആ മഴ പെട്ടെന്ന് മാറും. പിന്നെ വീണ്ടും ഇതുപോലെ ഭയങ്കര വെയിലായിരിക്കും. ഇപ്പോൾ 9 മണിയാവാൻ പോവാണ്. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ഇങ്ങനെയാണ് ഒരു 3-4 ദിവസം കൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് തുണികളൊന്നും വിശ്വസിച്ച് നനയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഈ വെയിൽ കണ്ടിട്ട് നമ്മൾ ഓടിപ്പോയി തുണി നനച്ചിടുമ്പോഴത്തേക്കും പെട്ടെന്നായിരിക്കും മഴ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ദിവസം കൊണ്ട് തുണികളൊന്നും നനയ്ക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ അത്യാവശ്യം നനച്ച് തീർക്കാനുള്ള തുണികളൊക്കെ നനച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 ചുരിദാർ സെറ്റും കൂടെ നനച്ച് തീർക്കാനുള്ളൂ. പിന്നെ എന്താണ് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ 2 പപ്പീസിനും ഇതുപോലത്തെ സ്കിൻ അലർജി വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിവിടെ ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ച് മരുന്നുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്കിന്നിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് നല്ലപോലെ വ്യത്യാസം വരുന്നുണ്ട്, പക്ഷേ ഒരാൾക്ക് അത്ര വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ മുടികളൊക്കെ പൊഴിയുന്നത് പോലെയാണ്. അപ്പോൾ എന്തായാലും ഒരു പപ്പിക്ക് വ്യത്യാസം വന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഇവന്മാർക്കിത് തേക്കുമ്പോൾ ഈ ഒരു സ്കിൻ ഇൻഫെക്ഷൻ കുറയുന്നുണ്ട്, ഹെയർ നല്ലപോലെ റീഗ്രോത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരാളിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും വേറെ മരുന്ന് തൽക്കാലം ഞങ്ങൾ മാറ്റി യൂസ് ചെയ്യുന്നില്ല, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ആൾക്ക് കുറച്ച് സ്ലോ റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ ടൈം എടുത്തവർക്ക് 2 പേർക്ക് മാറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 1 മന്തെങ്കിലും ഇത് ദേഹത്ത് പുരട്ടി നോക്കണം എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഇങ്ങനെ ഡോക്ടർ തന്ന മെഡിസിൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മെഡിസിൻ്റെ പേരൊരു പെയിനോ വെറ്റുന്നോ അങ്ങനെ എന്തോ ആണ്. ആ മെഡിസിൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അത് വാങ്ങാനായിട്ട് വീണ്ടും ഒന്നുകൂടെ ഹോസ്പിറ്റലിലോട്ട് പോകണം. എന്തായാലും അത് ഒരു 1-1.5 ആഴ്ചയും കൂടെ അവന്മാരുടെ ദേഹത്തൊന്ന് പുരട്ടി നോക്കാം. അപ്പോൾ വ്യത്യാസം കുറച്ചുകൂടെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഈ ഒരു സ്കിൻ അലർജിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഈ മെഡിസിൻ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും മെഡിസിന് അവന്മാർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെന്താണ്, അതാണ് പപ്പീസിൻ്റെ കാര്യം ഉള്ളത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അവരെ ഒന്ന് ടോയ്ലറ്റ് മാനേഴ്സൊക്കെ പഠിപ്പിക്കാനും നമുക്ക് ഫുഡ് കൊടുക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങാനും ഒക്കെ ഭയങ്കര മഴയും ചവറും ആ ഒരു മുഷിഡിൻ്റെ സ്മെല്ലും എല്ലാമൊക്കെ കൊണ്ട് മഴ പെയ്യുമ്പം ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാത്തപ്പോൾ കുഴപ്പമില്ല, വെയിലുള്ളപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും കാണത്തില്ല. പിന്നെ എനിക്കൊരു പുതിയ സൽവാർ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽ എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ലൈനിങ് മെറ്റീരിയലും അതിന് മാച്ചായിട്ടുള്ള പാൻറ്റും എല്ലാം എടുത്തിട്ടുണ്ട്. ത്രെഡ്, ലേസ് ഇല്ല, എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കാം, സമയം കിട്ടുന്നതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വർക്കായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യും, പിന്നെ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസമാണ് നെക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സ്ലീവ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യും. അങ്ങനെ ഒരു 3-4 ദിവസം എടുത്ത് എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഒരു ഫുൾ സൽവാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്ര ഹെക്റ്റിക് അല്ലാതെ, അല്ലെങ്കിൽ കുറച്ച് പ്രയാസമില്ലാതെ, ഒരു മടി തോന്നാതെയൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടിരിക്കുമ്പോൾ അത് ഭയങ്കര പാടാണ്. അപ്പോൾ സൽവാറും കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഏറ്റവും ആദ്യം ചെയ്യാമെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നേരെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. ഒരു 10 മണി 10:30 ആയിട്ട് അവിടെ ഡോക്ടർ വരുവുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോവാം. ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിവിടെ നിന്ന് പോയിട്ട് പിന്നെ അവിടെ ഡോക്ടർ ഇല്ലെങ്കിൽ പിന്നെ അതുവരെ പോയി ആ സമയം വേസ്റ്റാണ്. അതുകൊണ്ടൊന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് ഡോക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാം, പോയിട്ട് വരാം. അപ്പോൾ ആദ്യം നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയും ഇൻട്രോ പറഞ്ഞ് കുറച്ച് ലെന്ത് കൂടിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഒരു ബ്രീഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അധികം താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീണ്ടും ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞാമ്പു വെളിയിലാണ് കിടന്നുറങ്ങേണ്ടത്. ഇതിനകത്ത് ആര് കയറാൻ പറഞ്ഞ്? ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ ആര് പറഞ്ഞ്? അച്ഛൻ പറഞ്ഞ? അച്ഛൻ പറഞ്ഞ്? ഇവിടെ വീട്ടിനകത്ത് കയറാൻ ആര് പറഞ്ഞു നിൻ്റെ അടുത്ത്? മഴ പെയ്യണാ? തണുപ്പാ? അതൊക്കെ ആര് പറഞ്ഞെന്ന്? നിനക്ക് വെളിയിൽ കസേരയുണ്ട്, കസേരയിൽ നിനക്ക് കിടന്നുറങ്ങാൻ ഒരു തുണി ഇട്ടിട്ടുണ്ട്. അതിൽ നീ കിടന്നുറങ്ങാത്ത എന്ത് സുന്ദര?
സുന്ദര നിൻ്റെ അടുത്താണ് ചോദിക്കണത്. കുഞ്ഞാമ്പു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണേ. ചില സമയം വീടിനകത്ത് കയറും. ചില സമയം നമ്മൾ അടിച്ച് ഓട്ടിക്കും. ഇന്നിപ്പോൾ പാവമല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അകത്ത് കിടത്താമെന്ന് വിചാരിക്കണം. ഒരു 5 മിനിറ്റ് കിടന്ന് ഉറങ്ങിക്കും കേട്ടാ. അത് കഴിഞ്ഞ് വെളിയിൽ പോയി കിടക്കണം കേട്ടാ. കേട്ടാ കേട്ടാ സുന്ദരൻ, സുന്ദരൻ കേട്ടാ കേട്ടാ. നമ്മൾ പറയുന്നതൊക്കെ നല്ല വ്യക്തമായി ശ്രദ്ധിക്കുകയും അതുപോലെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ കുഞ്ഞിപ്പൂച്ച. നമ്മുടെ അനുവാദം ഇല്ലാതെ അവൻ വീട്ടിനകത്ത് കയറി കിടക്കുകയോ വീട് വൃത്തികേടാക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നല്ല പോലെ തണുപ്പുള്ളതുകൊണ്ടായിരിക്കും അവൻ വീട്ടിനകത്ത് കയറി കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നത്. വീടിൻ്റെ മുന്നിലായി തന്നെ ഒരു ചെയറും അതിലൊരു പഴയ തുണി ഇട്ടിട്ടുണ്ട്. അതിലാണ് അവൻ സ്ഥിരമായി കിടന്നുറങ്ങുന്നത്. ഇതിപ്പോൾ തണുപ്പ് കൂടിയതുകൊണ്ടായിരിക്കും അവൻ അതിൽ കിടക്കാൻ ഒട്ടുമേ താല്പര്യമില്ല. സമയം ഇപ്പോൾ 10:45 കഴിഞ്ഞു. കറക്റ്റ് 10:47 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പഴയ ഒരു സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പഴയ സിനിമ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഒരു സിനിമ ഇട്ട് കണ്ടോണ്ടിരിക്കുകയായിരുന്നു, ജയന്റെ സിനിമ. അങ്ങനെ പഴയ മൂവി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലിലോട്ടൊന്ന് പോവാണ്. നമ്മുടെ പപ്പീസിന് സ്കിൻ അലർജി ഉണ്ട്. അപ്പം അതിനു വേണ്ടി അവർക്കുള്ള മരുന്ന് കഴിഞ്ഞു. അപ്പം അതൊന്ന് വാങ്ങണം. അപ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് വാങ്ങണം. അപ്പം അതിനായിട്ട് നമ്മളിപ്പോൾ വെറ്റിനറി ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. എത്താറായി. ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തും. ഓക്കെ, അപ്പം ഇനി നമുക്ക് അവിടെ എത്തി ഡോക്ടറിനെ കണ്ട് മെഡിസിനും കൂടെ വാങ്ങിച്ചിട്ട് പിന്നെ സപ്ലിമെന്റ്സ് പറ്റുമെങ്കിൽ വാങ്ങണം. അയ്യോ, നമ്മൾ അവരെ വെയിറ്റ് നോക്കിയില്ല. ഓരോരുത്തരും മരുന്ന് വെച്ചോണ്ട് പോയിട്ട് വെയിറ്റ് നോക്കി കൊടുക്കാന്ന് പറയാം. വെയിറ്റ് നോക്കിയിട്ട് മെഡിസിൻ കൊടുക്കാം. നമുക്ക് മനസ്സിലായോ? സിറപ്പായിരിക്കും തരണത്. അല്ല, വിരക്കുള്ളതും വാങ്ങണ്ടേ? അത് തന്നെ, വിരക്കുള്ളത് തന്നെ. വലിയവർക്ക് ഗുളികയും ചെറിയവർക്ക് സിറപ്പുമായിരിക്കും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. പിന്നെ ഡോക്ടറിനെ കണ്ടിട്ട് മെഡിസിൻ വാങ്ങിയിട്ട് വരാം. അങ്ങനെ ഇപ്പോഴത്തെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ ഞങ്ങൾ വിട്ടുപോയതുകൊണ്ട് ലാസ്റ്റ് ടൈം ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വെയിറ്റ് എത്രയാണോ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് എല്ലാം വാങ്ങിയത്. ഇത് വെളിച്ചെണ്ണയിൽ കുഴച്ചിരുന്നു അല്ലേ? ഇത് വൈറ്റ് ആണോ നോക്കൊന്ന് പറഞ്ഞു. ഇത് വൈറ്റ് അല്ലല്ലേ, വേറെ അടക്കി വെച്ചു. വെളിച്ചെണ്ണയിൽ കുഴച്ച് ഇതാണ് ചെറുതായിട്ട് പൊടിച്ച് കുറച്ച് കൊടുക്കാൻ പറഞ്ഞതാണ്. ഇത് പൊടി. ഇത് അവന്മാർക്കുള്ള വിരക്കുള്ള മരുന്നല്ലേ? വിരക്കുള്ളത് ഇത് ഇന്ന് വെള്ളിയാഴ്ച കൊടുക്കണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് അടുത്തൊക്കെ കൊടുക്കാവൂ. ഡോക്ടറിനെ കണ്ടു. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത ഒരു പൗഡർ ഫോമിലെ ഒരു മെഡിസിൻ ഉണ്ട്. അപ്പം അത് അങ്ങനെ അത്ര റിസൾട്ട് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു റിസൾട്ട് ഇല്ല, എന്നാലും ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പൗഡർ മാറ്റിയിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു യെല്ലോ കളറിലെ ഒരു പൗഡറാണ് തന്നത്. അപ്പം അത് നമ്മൾ ഈ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിലിൽ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു മെഡിസിൻ മാറ്റി അതുപോലെ ഉള്ളിൽ കൊടുക്കാനായിട്ടും ക്യാപ്സ്യൂള് പോലെ ഒരു മെഡിസിൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും എന്നുള്ളത്. അവർക്ക് മഴയും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആ സ്കിൻ ഇൻഫെക്ഷൻ മാറാതെ ഇങ്ങനെ നിൽക്കുന്നത്, തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടും. പിന്നെ അവര് കിടക്കുന്ന ആ കൂടിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കാറ്റടിച്ചൊക്കെ മഴവെള്ളമൊക്കെ വീഴുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാവാം പെട്ടെന്ന് ഇത് മാറാത്തത്. ഇനി നമ്മള് നേരെ പോത്തീസിലോട്ടാണ് പോകുന്നത്. ഇനി വീട്ടിലത്തേക്ക് ഒരു 2-3 സാധനങ്ങൾ വാങ്ങണം. പിന്നെ ഇവർക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ വാങ്ങാൻ വിചാരിക്കുന്നു. റെഡിമെയ്ഡ് മഞ്ഞപ്പൊടി അത്ര അങ്ങോട്ട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും അങ്ങാടിക്കടയിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതിനേക്കാളും നല്ലത് നമ്മൾ വാങ്ങി ഉണക്കി പൊടിക്കുന്നതായിരിക്കും. ഈ മഴയത്തത് അത്ര അങ്ങോട്ട് പോസിബിൾ അല്ല. എന്നാലും ഞങ്ങൾ ആദ്യം ഒരു മഞ്ഞപ്പൊടിയും കൂടെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഞങ്ങൾ നേരെ പോത്തീസിലോട്ട് പോട്ടെ. ആ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഡ്രൈവ് ചെയ്ത് അവസാനം സിറ്റി വരെ വരേണ്ടതായി വന്നു. നമ്മുടെ തീരുമാനം പെട്ടെന്ന് മാറിയതുപോലെ ക്ലൈമറ്റിലും പെട്ടെന്നൊരു വ്യത്യാസം വന്നു തുടങ്ങി. നല്ലപോലെ വെയിലുണ്ടായിരുന്നൊരു അന്തരീക്ഷം മാറി പെട്ടെന്ന് കാർമേഘം കൊണ്ട് മൂടി. ഉടനെ എന്തായാലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ നേരെ സ്മാർട്ട് ബസാറിലേക്ക് കയറി. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ഓരോ സെക്ഷനും വളരെ പതുക്കെ എല്ലാം ഒന്ന് അരിച്ചു പറക്കിയിട്ടുണ്ട്.
പോത്തീസിൽ കയറുമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ പോത്തീസിൽ കയറിയില്ല. ഞങ്ങള് സിറ്റി വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പണ്ടത്തെ ബിഗ് ബസാർ, അതായത് ഇപ്പോഴത്തെ സ്മാർട്ട് ബസാർ, ആ ബിൽഡിംഗ് അവിടെ കയറി. അവിടെ കയറിയിട്ട് ചുമ്മാ എന്തിനാണ് കയറിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പറഞ്ഞുകൂടാ. ചുമ്മാ ഒന്ന് എല്ലായിടത്തും നോക്കിയപ്പോ അത്യാവശ്യം എല്ലായിടത്തിനേക്കാളും ഒരു 7-8 രൂപ കുറച്ചാണ് അവിടെ റേറ്റ് ഇട്ടിരിക്കുന്നത്. കുറച്ച് വില കുറവുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 12 മണിക്ക് എന്തോ അതിനകത്ത് കയറിയതാണ്. അങ്ങനെ ഇപ്പൊ സമയം എത്രയായി? 1:15. ഇത്രയും നേരം ഞങ്ങൾ അതിനകത്ത് ചുറ്റിക്കറങ്ങിയായിരുന്നു. ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത്, ഞാനിവിടെ അടുത്ത MG കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ കോളേജ് പഠിക്കുന്ന സമയത്ത് മിക്കവാറും വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരുമ്പോ അവരുടെ കൂടെയൊക്കെ ചുമ്മാ കയറും ഇതിനകത്ത്. ചുമ്മാ ഇങ്ങനെ ഇതിനകത്ത് കയറി ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി, അതിന്റെ പ്രൈസ് നോക്കി, ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി, ഇങ്ങനെ ചുമ്മാ ഇതിനകത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ ഒരു 2-3 മണിക്കൂറൊക്കെ പോകും. അതൊക്കെ ഓർമ്മ വന്നു ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും. അപ്പോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇനി കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശക്കും. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നതിന് ഇനി അടുത്ത് എന്താണോ ചെയ്യുന്നതെന്നുള്ളൊരു പ്ലാൻ ഒന്നുമില്ല. എന്തായാലും ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇനി കൂടുതൽ വിശപ്പ് വരുന്നതിന് മുന്നേ എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പൊ ഞങ്ങള് ഒരുപാട് നാളെ ഈ ഗൗരി ശങ്കരം അവിടെ പോയിട്ട്, അപ്പൊ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോ ഹോട്ടൽ ഇന്ന് ഓപ്പൺ ആണ്, അത് മാത്രമല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി 2 മാറ്റി വയ്ക്കാനും വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇനി അവിടെ ഹോട്ടലിൽ കയറിയിട്ട് കാണാം. എനിക്കിവിടുത്തെ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി കഴിക്കാനായി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഹോട്ടൽ അവധിയായിരിക്കും, അല്ലെങ്കിൽ ബിരിയാണി കഴിയും. ഇതിങ്ങനെ പലതവണയായി ആവർത്തിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഓണറിൻ്റെ നമ്പർ വാങ്ങി സേവ് ചെയ്തു. ബിരിയാണി കഴിക്കാൻ വരുന്നതിന് മുന്നേയായി 2 കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ച് കൺഫേം ആക്കും. ഒന്ന്, ഹോട്ടൽ ഓപ്പൺ ആണോ എന്നും അന്വേഷിക്കും. രണ്ടാമതായി, വെജിറ്റബിൾ ബിരിയാണി 2 മാറ്റി വയ്ക്കാനുണ്ടോ എന്നും കൂടെ ചോദിക്കും. ഈ 2 കാര്യങ്ങളും ആദ്യമേ തന്നെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. കാരണം നല്ലപോലെ തിരക്കുള്ള കടയാണിത്. ഒരുപാട് ആളുകൾ ഇവിടുത്തെ ആഹാരം കഴിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നേരത്തെ തന്നെ 2 ബിരിയാണി മാറ്റി വെച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇന്ന് ബിരിയാണി കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. നമ്മുടെ ബിരിയാണി ടേബിളിൻ്റെ പുറത്തെത്തി. എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ. ഇത് സോയ, ഇത് ഉള്ളി ചമ്മന്തി, തൈര്, വെജിറ്റബിൾ റൈസ്, ഇത് തോരൻ, പപ്പടം. നമുക്ക് തരുന്ന ഈ ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ വയറ് നല്ലപോലെ ഫില്ലാക്കും. പക്ഷേ എൻ്റെ കൊതി കാരണം എനിക്ക് കുറച്ചുകൂടെ കഴിക്കാനുള്ള ടെൻഡൻസി തോന്നും. അങ്ങനെ ഞങ്ങൾ ഒരു ബിരിയാണിയും കൂടെ വാങ്ങി 2 പേരും കൂടെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം എക്സ്ട്രാ ബിരിയാണി എടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു കേർഡ് റൈസ് വാങ്ങി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്കാണ് പോണത്. ഇനിയും നമ്മൾ ഒരുപാട് നേരം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും. നമുക്ക് വീട്ടിലെത്തിയിട്ട് നമ്മുടെ പപ്പീസിന് ഫുഡ് കൊടുക്കാനുണ്ട്. പിന്നെ ഇന്ന് കിട്ടിയ മെഡിസിൻസ് എല്ലാം കൊടുക്കാനുണ്ട്. അതുപോലെ ദേഹത്ത് തേക്കാനുള്ള മെഡിസിനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ ലേറ്റ് ആയി പോവും. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഭയങ്കരമായിട്ട് ഒരു ഇരുണ്ട് കയറിയ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇനി കൂടുതൽ നേരം ഇനി സിറ്റിയിൽ നിൽക്കുന്നില്ല. ഇനി നേരം നമ്മൾ വീട്ടിലേക്കാണ് പോണത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് കഴിച്ചത് കൊണ്ടായിരിക്കും, അതിന്റെ കൂടെയും പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടും കൂടെ ആയിരിക്കും ഇവിടുന്ന് കഴിച്ച വെജിറ്റബിൾ റൈസ് നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ 2 വെജിറ്റബിൾ റൈസും, ഒരാൾക്കും ഒരു വെജിറ്റബിൾ റൈസും പിന്നെ ഒരു കേർഡ് റൈസ് വാങ്ങിച്ചിട്ട് ഞങ്ങളത് ഷെയർ ചെയ്തെടുത്തു. അപ്പൊ അത്രയാണ് ഞങ്ങൾ കഴിച്ചത്. സാധാരണ നമ്മൾ താമസിച്ച് അവിടെ എത്തുകയാണെങ്കിൽ, അതായത് ഈ ഒരു മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കഴിക്കാൻ അങ്ങനെ ഒന്നും കിട്ടൂല. പ്രത്യേകിച്ച് വെജിറ്റബിൾ ബിരിയാണി നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോകുന്നതിന് മുന്നേ ഹോട്ടൽ ഉണ്ടോയെന്നും വിളിച്ച് ചോദിക്കും, റൈസ് ഉണ്ടോയെന്നും ചോദിക്കും, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടോയെന്നും കൂടെ ചോദിക്കും. ഇത് രണ്ടും കൺഫേം ആക്കിയിട്ടേ നമ്മൾ അങ്ങോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് പാടാണ്. നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ആ സൈഡിലോട്ടുള്ള വഴിയിലൂടെ കയറാനൊക്കെ ഭയങ്കര പാടാണ്. അത്രയും ബുദ്ധിമുട്ടി നമ്മൾ അവിടെ എത്തുമ്പോൾ കഴിക്കാനില്ല എന്ന് പറയുമ്പോൾ അത് ഇരട്ടി മെനക്കേടാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം 2 റൈസ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനും പറ്റി. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അനൂപ് ഒരു എമർജൻസി ലാമ്പ് വാങ്ങാനായിട്ട് കടയിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ കാറിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചാൽ കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് ആക്റ്റീവായിട്ടൊന്നും നടക്കാനും ഓടാനൊന്നും പറ്റൂല. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അനൂപ് പോയി ലൈറ്റ് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അനൂപ് വന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അപ്പൊ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം
പിന്നെ എന്താണ്, ഇനി അവന്മാർക്ക് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ അവന്മാർക്ക് ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ചോറ് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി എന്താണ്, ഇനി അവന്മാർക്ക് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചിക്കൻ വേസ്റ്റ് ബാക്കിയുണ്ട്. അപ്പം ഒരു ദിവസം നമ്മൾ വാങ്ങുന്ന ചിക്കൻ വേസ്റ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ പോർഷൻ വെക്കുന്നത് 2 ദിവസമായിട്ട് എടുക്കും, രണ്ടാമത്തെ പോർഷൻ വെക്കുന്നത് അടുത്ത 2 ദിവസമായിട്ട് എടുക്കും. അങ്ങനെ ടോട്ടലി നമ്മൾ 4 ദിവസമാണ് അവന്മാർക്ക് ഈ ചിക്കൻ വേസ്റ്റ് കൊടുക്കുന്നത്, കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ നമുക്ക് മൊത്തത്തിൽ 4 ദിവസം അത് യൂസ് ചെയ്യാം. അത് അങ്ങനെ ഇപ്പോൾ ചെറിയ പപ്പീസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ വളരുമ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വേണ്ടി വരുമായിരിക്കും, അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി അവന്മാർക്ക് ഫുഡ് കൊടുക്കണം. ഇനി അതിനുശേഷം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ എനിക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ 2 എണ്ണം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. എൻ്റെ മനസ്സിലൊരു 3 എണ്ണമാണ്. 3 മെറ്റീരിയൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. 2 എണ്ണമെങ്കിലും മിനിമം തച്ച് തീർക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ വരുന്ന ജൂലൈയിൽ നമ്മളൊരു ചെറിയ യാത്ര പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ജൂലൈ ആവുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നില്ല. പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ധൃതിയില്ലാതെ വളരെ സമാധാനത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുകയും ചെയ്യാം. നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്കും നമുക്ക് അത് ഇടുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇനി ജൂലൈ ആകുമ്പോൾ 1-ാം തീയതിയാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ജൂലൈ ആകുമ്പോഴേ കിടന്ന് ധൃതി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ അങ്ങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറേശ്ശെയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിന് വേണ്ടിയാണ് ഞാൻ പുതിയതായിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. 2ഉം ചുരിദാർ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലസിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പാലസിലൊക്കെ പോകുമ്പോൾ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെ ഇടാൻ തന്നെയാണ്. ഞാൻ പിന്നെ അങ്ങനെ അത്ര ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഞാൻ കുറേ വെയിറ്റ് വെച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. കൂടുതലും ഞാനിപ്പോൾ സൽവാർ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് മതി എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ. പിന്നെ ട്രാവലിങ്ങിനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ലെഗിങ്സും ടോപ്പും അങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സ് ഇടാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് പുതിയ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രസ്സ് ഞാനത് കാണിച്ചു തരാം. ഒരു ഡ്രസ്സേ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. രണ്ടാമത് ഞാൻ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലില്ല. അത് ഞാൻ ഇനി അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം. എല്ലാം കൂടെ എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ എടുത്ത് തിരിച്ച് വെക്കത്തില്ല. അതിവിടെ കിടന്ന് പൊടിയോ അടിച്ചില്ലാതായി അങ്ങ് പോകും. അതിനേക്കാൾ നല്ല പതുക്കെ ഇത് കാണിച്ചു കൊടുക്കുന്നതാണ്. പതുക്കെ ഓരോന്നായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ആദ്യത്തേത് കാണിച്ചു തരാം. ഇതൊരു വൈറ്റിൽ, ഇതിൻ്റെ ഷോൾ മെറ്റീരിയലാണ്. സോറി, ഞാൻ ആദ്യം ടോപ്പ് കാണിച്ചു തരാം. ഇതാണ് ടോപ്പ്. ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന പോർഷൻ ഇതാണ്. താഴ്ഭാഗത്ത് വരുന്ന വർക്കൊക്കെ ഇതാണ് കേട്ടോ. കട്ട് വർക്ക്സ് ആണ് വരുന്നത്. പിന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട്, ഇങ്ങനത്തെ ബോർഡറൊക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ സ്പേസ് കുറവാണേ. അപ്പോൾ ഇത് ഷോളിൻ്റെ മെറ്റീരിയലും ഇത് വന്നിട്ട് ഇത് ടോപ്പിൻ്റെ മെറ്റീരിയലും ഇത് ഷോളിൻ്റെ മെറ്റീരിയലുമാണ്. അപ്പോൾ ഇത് ഈ സൽവാർ സെറ്റാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതും ഇത് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടുന്ന ഒരു വീഡിയോ, അതും ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും കൊടുക്കും. അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ. ഇത് കണ്ടോ, ഇങ്ങനെ വരും. താഴ്ഭാഗത്ത് മാത്രമേ ഡിസൈൻ ഉള്ളൂ, നെക്ക് പോർഷനിൽ ഡിസൈൻ വരുന്നില്ല. ഈ ഡിസൈന് ഇത് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ്. നമുക്ക് പിന്നെ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് മെഷീൻ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിലരൊക്കെ തർക്കിക്കും ഇത് ഹാൻഡ് വർക്കാണെന്നൊക്കെ. അങ്ങനെയല്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മെഷീൻ വർക്ക് തന്നെയാണ്. പിന്നെ കളർഫുൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടോ ഹോൾസ് ആണ്, കണ്ടോ ഇതിനകത്തൊക്കെ ഹോൾസ് ആണ്. അപ്പോൾ ഇതിന് കട്ട് വർക്ക്സ് എന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനകത്തൊക്കെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം നല്ല ഭംഗിയുള്ളൊരു കട്ട് വർക്ക്സ് ആണ്. ഇത്രയും പോർഷൻ ഞാൻ കംപ്ലീറ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, അത് അങ്ങോട്ട് നെക്ക് പോർഷൻ വരും. നെക്ക് പോർഷൻ ഇത് വന്നിട്ട് താഴ്ഭാഗത്തുള്ളതാണ്. നമുക്ക് നമ്മുടെ സൽവാറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വരുന്ന വർക്കാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായി, ഇത് ടോപ്പിൻ്റെ മെറ്റീരിയലാണ്. ഇനി ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡയബിൾ ആയിട്ടുള്ള മെറ്റീരിയലും കൂടെയാണ്. കണ്ടോ, ഇതുണ്ടോ, ഡയബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഇപ്പോൾ വൈറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ ഒരു കളറിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് കണ്ടോ, വേറൊരു കളറിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ഡൈ ചെയ്ത് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഇതിനിപ്പോൾ ഏത് കളറായിരിക്കും കൊള്ളാമെന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഞാൻ എന്തായാലും നിലവിൽ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ തന്നെയാണ് ഭംഗി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി
എപ്പോഴെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടതിന് ശേഷം കളർ ചേഞ്ച് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊന്ന് ഡൈ ചെയ്തൊന്നും വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇനി ഷോളിൻ്റെ മെറ്റീരിയൽ കാണിച്ചു തരാം. ഷോളിൻ്റെ മെറ്റീരിയലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, ഇത് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്, മെഷീൻ വർക്കാണ്, ഹാൻഡ് വർക്കല്ല ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഇതൊരു 2.25 മീറ്ററേ വരത്തുള്ളൂ. 2.5 ഇല്ല, ഞാൻ അളന്ന് നോക്കി. 2.5 ഇല്ല, 2.25 മീറ്ററൊക്കെ വരുന്നുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ്. കണ്ടോ, ബ്രൗണ്, പിന്നെ ലാവൻഡർ, ഒരു പിങ്ക് ഷെയ്ഡ്, ഗ്രീന്, വൈറ്റ്, ഇത്രയും കളേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഒരു ത്രെഡ് വർക്കാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഞാനൊരു DIY ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു പാറ്റേണൊക്കെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. റെഫറൻസ് ആയിട്ടൊക്കെ ഇതെടുക്കാം. അപ്പോൾ ഇതാണ് ഷോളിൻ്റെ മെറ്റീരിയൽ. ഇതും ഡൈയബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിന് നമുക്ക് ടോപ്പിന് ഏതാണോ കളർ കൊടുക്കുന്നത് അതിൻ്റെ അതേ കളർ ഷോളിനും നമുക്ക് ഡൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആയിരിക്കും. തുണിയും എനിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു പ്യുവർ കോട്ടൺ ടൈപ്പാണ് കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ ആണ്, എന്നാലും ഒരു കോട്ടൺ മെറ്റീരിയലാണ്, നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ഷോളും ഇത് ടോപ്പും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരു ലൈനിങ് എടുത്തു. ഞാൻ ഈ ഡ്രസ്സ് കൊണ്ടുപോകാതെയാണ് ഞാൻ ലൈനിങ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് കളർ വ്യത്യാസമുണ്ട്. ഇത് കറക്റ്റ് പ്യുവർ വൈറ്റാണ് ലൈനിങ്ങിന് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ക്രീം കളറാണ്, ചന്ദന കളറാണ് തുണിയുടെ കളർ. അപ്പോൾ രണ്ടും കൂടെ വലിയ മാച്ചൊന്നുമില്ല, മാറ്റി വാങ്ങാനും ഇനി നിവർത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അടിഭാഗം ചിലപ്പോൾ വൃത്തികേടായിരിക്കും. ഞാനിങ്ങനെ ഡ്രസ്സിൽ വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നില്ല, എന്നാലും ഇത് വെച്ച് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ലേസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം ഇതിനി കൂടുതൽ ലേസ് വർക്കൊന്നും ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ത്രെഡും ഇത്രയാണ് വാങ്ങിയിരിക്കുന്നത്. ലേസ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ, ഈ ഷോളിൻ്റെ സൈഡിൽ എനിക്ക് ലേസ് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ലേസ് വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അപ്പോൾ അതെനിക്ക് എൻ്റെ മെഷീനിൽ തന്നെ ചെയ്യാൻ പറ്റും. അതെനിക്ക് സമയം കിട്ടുവാണെങ്കിൽ അതങ്ങ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് വെറുതെ വിടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ലേസ് വർക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അത് കൊള്ളാമെന്ന് തോന്നണമെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും വീണ്ടും കുറച്ചുകൂടെ സമയം എടുക്കും. ഞാൻ നോക്കട്ടെ, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അളവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം. ഇത്രയും മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. ഈ സ്റ്റിച്ചിങ് മെറ്റീരിയലിൽ ഇനി അളവുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അത് മാത്രമേ ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ. അത് കൂടുതൽ വർക്ക് ചെയ്യുന്നില്ല. സ്റ്റിച്ചിങ് ഒക്കെ നാളെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓവർ വർക്കായിപ്പോവും എല്ലാം കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും മാത്രമാണ് ഇന്ന് സ്റ്റിച്ചിങ്. ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മാർക്ക് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അവന്മാരെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് അവന്മാർക്ക് കൊടുക്കണം. ഇത്ര നേരം ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ കിടന്ന്. അവന്മാരെ പാത്രം അനങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവന്മാർക്ക് അറിയാം അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിക്കാനുള്ളൊരു വെപ്രാളത്തിൽ ഭയങ്കര ബഹളമാണ്. ഇപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനി അവന്മാർക്ക് ഫുഡും കൂടെ കൊടുക്കണം. പിന്നെ നല്ല കാറ്റ് തുടങ്ങി. എന്തായാലും വൈകുന്നേരം മഴ കാണും. മഴ കാണാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ വ്ളോഗ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.